എന്തായാലും ഹോസെ മൊളീനയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു പുച്ഛമാണ്. സോ എന്തായാലും അത് നമുക്ക് നോക്കാം. അതിനേക്കായിട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെ ലൈക്ക് ചെയ്യുക. 200 ലൈക്കിന് ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്നൊരു ക്ലബ്ബ് എന്താ പറയുക, അവരുടെ ഫാൻസും അത്രത്തോളം സന്തോഷിക്കുന്നു. ആ ഒരു അവസ്ഥയിലൊക്കെ ആവാൻ നമ്മൾ കൊതിക്കുകയാണ്. നമുക്കിതുവരെ 10-12 വർഷമായിട്ട് നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കാൻ സാധിച്ചില്ല. അതായത് 46 പോയിൻ്റ് ഷീൽഡ് ഉറപ്പിച്ച്. സോ ഒരു ഫാൻസിൻ്റെ സന്തോഷമൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? എന്നും ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് നോക്കുക. നമ്മുടെ കേരള ടീം, നമ്മുടെ സ്റ്റേറ്റ് ടീമൊക്കെ ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്നു. അതായത് നാഷണൽ ഗെയിംസ് ഗോൾഡ് ജയിക്കുന്നു, സന്തോഷ് ട്രോഫി ഫൈനലെത്തുന്നു. സോ അത്രയ്ക്ക് വലിയൊരു സൂപ്പർ പവറാണ് നമ്മൾ കേരള. സോ ഒരു കേരളത്തിൻ്റെ പേര് കളയാനായിട്ട് ഇങ്ങനൊരു വൃത്തികെട്ട ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നു. വെറും വൃത്തികെട്ട ക്ലബ്ബ് എന്ന് തന്നെ പറയണം. കാരണം നമ്മുടെ പേര് കളയുകയാണ്. കേരള എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൻ്റെ തന്നെ പേര് കളഞ്ഞു കുടിക്കുന്ന തരപ്പ് ഒരു ടീം എന്ന് തന്നെ പറയണം. നിങ്ങൾ ഗൂഗിളും കേരളം നോക്കുക. അവർ എന്താ പറയുക, ഇപ്പം കുറച്ച് സീസണിൽ മോശം പെർഫോമൻസ് ആയാൽ പോലും അവരാണെങ്കിൽ അവർ ചെയ്യുന്ന പെർഫോമൻസൊക്കെ 2 വട്ടം ഐ ലീഗ് ചാമ്പ്യന്മാരാണ്. അതുപോലെ നിങ്ങൾ അല്ലാതെ തന്നെ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ മതി. അതായത് വുമൻസ് ടീം പെർഫോം ചെയ്യുന്ന രീതി ടോപ്പാണ്. ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് ഞാൻ 11 വർഷമായിട്ടൊരു കട്ട ഫാനാണ്. കേരളത്തിൻ്റെ പേര് കളയാനായിട്ട് കളിക്കുന്നൊരു ക്ലബ്ബ് എന്ന് തന്നെ പറയണം. പക്ഷെ എന്തായാലും നമ്മൾ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത്, ഹോസെ മൊളീന എന്താ പറയുക, അവരുടെ പ്ലേയേഴ്സിനെ നമ്മൾ 4 ദിവസത്തെ റെസ്റ്റൊക്കെ നൽകിയിരിക്കുകയാണ്. അതായത് ആ ഒരു മാച്ചൊക്കെ കഴിഞ്ഞ് അവരുടെ അവസാനത്തെ മാച്ച് 4 ദിവസത്തെ റെസ്റ്റൊക്കെ നൽകി. അത് കഴിഞ്ഞ് മൺഡേ ട്യൂസ്ഡേ തൊട്ടൊക്കെ അവരുടെ ട്രെയിനിങ് ആരംഭിക്കത്തുള്ളൂ. സോ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടൊക്കെ കളിക്കാൻ അത്രയൊക്കെ ദിവസത്തെ ട്രെയിനിങ് മതി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും അവരുടെ പ്രധാനപ്പെട്ട താരത്തിന് പട്ടട്ടോസ് കളിക്കില്ല, ഗ്രിക്സ്റ്റൂട്ട് കളിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു. സോ അതൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുക. അതായത് ഹോസെ മൊളീന വളരെ പുച്ഛത്തോടെയാണോ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തിൽ ഇറങ്ങുന്നത്? അദ്ദേഹം നേരത്തെ തന്നെ വളരെ പുച്ഛത്തോടെയാണ് സംസാരിച്ചുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ടീമിനെതിരെ അവസാനം വേണ്ടി ഒരു ഗോൾ അടിച്ച് ജയിക്കേണ്ട ഒരു അവസ്ഥയിലൊക്കെ ആണല്ലോ ഞങ്ങൾ എന്നൊക്കെ അദ്ദേഹം ആ ഒരു മാച്ചിൽ അതിനുശേഷം സംസാരിച്ചിരുന്നു. സോ വളരെ പുച്ഛത്തോടെയാണ് ഹോസെ മൊളീന പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിനെ കാണുന്നത് എനിക്ക് തോന്നി. സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദിവസത്തിലേക്ക് അടുത്തിൽ കാണുന്നതിന് ഗുഡ് ബൈ.